അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് CBI രോഗം സ്ഥിരീകരിച്ചു. ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു സ്ഥിരീകരണം നൽകുകയാണ്. അദ്ദേഹത്തിന് CBI രോഗം ബാധിച്ചിരിക്കുന്നു. ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്നാണ് ആ രോഗത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന പേര്. പാദങ്ങളിൽ നിന്ന് രക്തോട്ടം ഹൃദയത്തിലേക്ക് വരുന്ന ഞരമ്പിനൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ആരോഗ്യപരമായിരിക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിപരമായിരിക്കുന്ന വലിയ ബാധ്യതകൾ ഉണ്ടാവും, അങ്ങനത്തെ വലിയ വിഷയങ്ങളുണ്ടാവും. ആ സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞ ദിവസമായി അല്ലെങ്കിൽ കുറഞ്ഞ ആഴ്ചയായി ട്രംപ് മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിരുന്നു. സ്ഥിരീകരിക്കപ്പെട്ടത് ഇപ്പോഴാണെന്ന് മാത്രം. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അറ്റാക്കിന് സാധ്യതയുള്ള ഒരു രോഗമാണ്, സ്ട്രോക്കിന് സാധ്യതയുള്ള ഒരു രോഗമാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഇസ്രായേലിന്റെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 79 വയസ്സ്, ഇപ്പൊ 80ാമത്തെ വയസ്സിലാണ്. 1946 ജൂൺ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം. 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ രോഗത്തിന് വലിയ സാധ്യതകൾ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ 2026 ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ന്യൂ ജേഴ്സിയിലെ സ്റ്റേഡിയം സന്ദർശിച്ചതോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റിന്റെ കൈയുടെ ഞരമ്പ് ബ്ലഡ് പോലെ ഇങ്ങനെ ചെവന്ന് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് പറ്റി എന്ന ചോദ്യത്തിനാണ് ഈ ഉത്തരങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ